മരുഭൂമി ചെന്നുപെട്ട ഒരു ജിന്നിനോട് ചോദിക്കാനുള്ള ഒരു കള്ള ഹദീസും പിടിച്ച് കള്ളത്തരം പറഞ്ഞ് മുവഹിദുകളെ ശിർക്കിലേക്ക് കൊണ്ടുപോവുകയാണോ? ഇതാണോ ഹദീസ് പണ്ഡിതന്മാരുടെ പണി? ഏത് ഹദീസാണോ നീ ഓതിയത്? ആരാണോ നിനക്ക് ഹദീസ് പഠിപ്പിച്ചു തന്നത്? മരുഭൂമിയിൽ പോയ ജിന്നിനോട് ചോദിക്കണമെന്ന് എവനാണോ നിന്നെ പഠിപ്പിച്ചത്? ആരാ നിനക്ക് ഹദീസ് പഠിപ്പിച്ചത്? ആ മുഹദ്ദിസിനെ കൊണ്ടുവാ ഇങ്ങോട്ട്. ധൈര്യമുണ്ടെങ്കിൽ കൊണ്ടുവാ ഇങ്ങോട്ട്, ഹദീസ് പഠിപ്പിച്ചു തരാ. അപ്പോ ഇങ്ങനെയൊക്കെ വ്യക്തമായാലും യാ ഇബാദല്ലാഹ് അഅ്ലിമൂനി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്താ യാ ഇബാദല്ലാഹ് അഅ്ലിമൂനി എന്ന് പറഞ്ഞാല് അത് പിന്നെ അള്ളാഹുവിന്റെ അടിമകളെ പിന്നെ എന്നെ സഹായിക്കുകയും എന്ന് വിളിച്ചു പറയാം. അപ്പൊ ആ ഹദീസിന്റെ സനദിനെ സംബന്ധിച്ച് അത് ഉദ്ധരിച്ച ഹദീസ് വഴയിപ്പാണ് എന്ന് സക്കരിയ്യ സലാഹി പറഞ്ഞപ്പോ പിന്നെ വേറെ ഹദീസുണ്ട്, അതിനെപ്പറ്റിയാണ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഒന്നേ കാര്യം സഹിയാണുണ്ടല്ലോ എന്ന് പറഞ്ഞു. ആദ്യം പറഞ്ഞതോ അതിനെ പറഞ്ഞിട്ട് ഒന്ന് സഹിയാന്ന് പറഞ്ഞത് അപ്പം അംഗീകരിച്ചല്ലോ, അത്രയെങ്കിലും നന്ദി എന്നൊക്കെ പറഞ്ഞിട്ടാണ് യഥാർത്ഥത്തിൽ വിഷയം ജനങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനല്ല ശ്രമിക്കാറുള്ളത്. ഒന്ന് പരിചയമില്ലാത്ത ഒരു സ്ഥലത്തൊരാൾ ചെന്നത്, അവിടെ ചെന്നുപെട്ടാൽ അവിടെ നിങ്ങളെ പിന്നെ എന്തിന് യാ ഇബാദല്ലാഹ് അഅ്ലിമൂനി അള്ളാന്റെ അടിമകളെ സഹായിക്കും എന്ന് വിളിച്ചു പറഞ്ഞാൽ നിങ്ങൾ കാണാത്ത നിങ്ങൾക്ക് അറിയാത്ത അള്ളാന്റെ അടിമകൾ ഉണ്ടാകും അവിടെയാണ്. അത് ആരൊക്കെ ഉണ്ടാകാം? മനുഷ്യനെ സഹായിക്കാൻ പടച്ചോൻ ഏർപ്പെടുത്തിയിട്ടുള്ള മലായികത്തുണ്ട്, ഹഫവത്തുണ്ട്. അവരുടെ സഹായം നമുക്ക് കിട്ടി എന്ന് വരും. ഇതേപോലെ തന്നെ പരിചയമില്ലാത്തൊരു സ്ഥലത്ത് ചെന്നുപെട്ടു, ആരും നോക്കിയിട്ട് കാണാനല്ല. പക്ഷെ ആരെങ്കിലും ഉണ്ടാകാൻ മതി. ആ മന്ദിരോ എന്ന് പറഞ്ഞ ഒരാളെ വിളിച്ചു നിർവഹിച്ചാൽ അല്ലെങ്കിൽ വിളിച്ചൊരു സഹായം ആവശ്യപ്പെട്ടാൽ ഇയാൾക്ക് അറിഞ്ഞുകൂടാത്ത ഇയാളെ കാണാത്ത ഏതെങ്കിലും മനുഷ്യന്മാരവരുണ്ടെങ്കിൽ സഹായം കിട്ടൂലേ? ഇതെന്ത് കണ്ടാലും ഏത് കേട്ടാലും അതൊക്കെ മരിച്ചവരാണ്, അതൊക്കെ മരിച്ചവർ കാണും, മരിച്ചവർ കേൾക്കും, മരിച്ചവരെ വിളിക്കലാണ്, അവരോട് പ്രാർത്ഥിക്കലാണ് എന്തിനാണ് അർത്ഥം വെക്കുന്നത്? അങ്ങനെയല്ലല്ലോ ഇതിന് അർത്ഥം പറഞ്ഞിട്ടുള്ളത്. നേരെ മറിച്ച് ഇവിടെ തന്നെ ഹഫവത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. പിന്നെ ജിന്നുകൾ ഉണ്ടാവുന്ന, എന്നാലും മരിച്ചവരല്ല, മരിച്ച മലക്കുന്നല്ലോ, മരിച്ച ജിന്നിയൊന്നുമല്ല. നേരെ മറിച്ച് ഈ വിളി കേൾക്കുന്ന ജിന്നുകൾ ഉണ്ടാകും, ഈ വിളി കേൾക്കുന്ന മലക്കുകൾ ഉണ്ടാകും എന്നല്ലേ ആ പറഞ്ഞതിന് അർത്ഥമുള്ളൂ. ഞാൻ അതിന്റെ സനദിലേക്കും അതേപോലെ തന്നെ അതിന്റെ ആ വിഷയങ്ങളിലേക്ക് പ്രവേശിക്കുന്നില്ല. നേരെ മറിച്ച് ഇവിടെ പറയുന്ന വിഷയത്തിനായി തെളിയുകയേ അല്ല. നിങ്ങൾ കാണാത്ത അള്ളാന്റെ അടിമകൾ ഉണ്ടാവും. അതുകൊണ്ട് ചെന്നുപെട്ടാല് പിന്നെ മണ്ടേരിയോ അല്ലെങ്കിൽ അള്ളാന്റെ അടിമകളെ സഹായിക്കും എന്ന് ഞാൻ പറയാമെന്നാണ് എങ്കിൽ ആ കുറച്ച് മരിച്ച ഏതെങ്കിലും ഒരു ശേഷിന്റെ പേര് വെച്ചിട്ട് മലിനങ്ങളെ രക്ഷിക്കും, അല്ലെങ്കിൽ അമ്പർത്തങ്ങളെ രക്ഷിക്കും, അതല്ലെങ്കിൽ പിന്നെ മൊഴിശേഷിയെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കണം എന്നതിനൊരു തെളിവല്ല. നിങ്ങൾക്ക് അറിയാത്ത, നിങ്ങൾ കാണാത്ത ആളുകൾ നിങ്ങളുടെ രക്ഷയ്ക്ക് ഉണ്ടാവും എല്ലാം അവിടെ ഉണ്ടാവും. അല്ലാതെ മരിച്ചവരോട് പ്രാർത്ഥിച്ചവരിലെ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പറയാൻ യാതൊരു തെളിവും ആരോട് പിന്നെ നമ്മൾ കാണാത്ത ആളുകളോട് നമുക്ക് സഹായം ചോദിക്കാം, നമ്മൾ അറിയാത്ത ആളുകളോട് നമുക്ക് സഹായം ചോദിക്കാം. നമുക്ക് അങ്ങനെ സഹായം ലഭിക്കും ആളുകളാണ് എന്ന് അർത്ഥം കൊടുത്തിട്ടുള്ളത് സ്വന്തം വകയാണ്. അത് പറഞ്ഞതൊന്നുമില്ല. അത് ചോദിക്കാനും പറഞ്ഞിട്ടില്ല. മരിച്ച ആളുകൾ നിങ്ങളെ സഹായിക്കും എന്നതൊന്നും പറഞ്ഞിട്ടുള്ളതാണ്. ഇതാണ് പിന്നെ കുറേ അധികം ആളുകൾക്കിടയിൽ തെറ്റിദ്ധാരണ സൃഷ്ടിക്കത്തക്ക വിധത്തിൽ പരാമർശിച്ചിട്ടുള്ളത്.